വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പറ എവിടെ പോവാ? അരുണേട്ടാ ബാംഗ്ലൂർ പോവാന്ന് ചിന്നു. നമ്മള് പോത്തീസിൽ പോവാ. എന്തിനാ പോണേ? അമ്മൂമ്മക്ക്. കറക്റ്റ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. പറയ്. ഇത് വലിയതല്ല, ഇത് കുഞ്ഞാണ്. കുഞ്ഞാണോ? ഏത്? മേളിലെന്താ? മാങ്ങ. പുളിയുണ്ട്. ചിന്നൊരു മാങ്ങയാണോ ചക്കയാണോ ഇഷ്ടം? മാങ്ങ. ചിന്നു മാങ്ങ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ആണോ? ചക്കയോ? കഴിച്ചിട്ടുണ്ട്. പിന്നെന്താ കഴിക്കാത്തെന്താ? കഴിക്കാൻ ഇഷ്ടമല്ലാണ്. ഇഷ്ടമല്ലേ? ഇല്ല. പക്ഷെ ചക്ക കഴിക്കുന്ന കണ്ടാൽ ഞാൻ അങ്ങനെ പറയില്ലല്ലോ ഇഷ്ടമല്ലാന്ന്. മുടിയൊക്കെ നീളം വെച്ചല്ലോ. വെട്ടിയാലോ? വേണം വേണം വേണം. സ്കൂളിൽ പോയോ? എന്തേ? നാളെ പരീക്ഷയില്ലേ? നാളെ ചങ്ങനാശ്ശേരിക്കും. ആര് പോണ്? ആണോ? ശരി. ചാലക്കുടിക്ക്. ചാലക്കുടിക്ക്. ചിന്തി ചങ്ങനാശ്ശേരിക്ക്. നല്ല മഴക്കാറുണ്ടല്ലേ. എന്തിനാ? പൂ പറിക്കണ്ട, വേണ്ട. ഓട്ടോ വരുന്നുണ്ടേ. അപ്പൊ നമുക്ക് വെള്ളമോട്ട വന്നു. ഇതാണോ ചേട്ടാ? താഴെ ഇറക്കണോ? ഇത്ര നേരം കിടന്ന് ഉറങ്ങിയില്ലേ? ഉറങ്ങിയോ? അയ്യേ, നല്ല ഉറക്കായിരുന്നു. പിന്നെ നല്ല ഉറക്കായിരുന്നു. ചിന്നിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞോ? വീട്ടില് എന്താ വിളിക്ക? ചിന്നുന്റെ പേരെന്താന്നാ ചോദിച്ചേ? വേറെ പേരെന്താ കുഞ്ഞിന്റെ? വേറെ പേരെന്താ? അച്ഛൻ വിളിക്കുന്നുണ്ടോ? എന്താ കഴിക്കാത്ത?
അവര് ചോദിച്ചേ ചിപ്സ് തരുമെന്നോളൂ പറയാം തരില്ല. എങ്ങനെയുണ്ട് കേസരി? അല്ലേ അല്ലേ? ഞാനിതിൻ്റെ ഒരു ഫാനല്ല. അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തരുമോ? അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പോയത് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. കരിമ്പങ്കോണം മുടിപ്പുര ദേവി ക്ഷേത്രം എന്ന് പറയും. ശ്രീകാര്യത്ത് തന്നെയാണ്. അവിടേക്കാണ് പോയത്. അവിടെ അമ്പലത്തിൽ മീനഭരണി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് പോകാൻ പറ്റില്ല. മോളെയും കൊണ്ടിട്ട് രാത്രി പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് അരുണേന് ജോലി ഇല്ലാത്ത ദിവസമാണല്ലോ സാറ്റർഡേ സൺഡേ. അങ്ങനെ അപ്പൊ അന്ന് പോകാൻ വിചാരിച്ചു. ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയി. കൈകൊട്ടിക്കളി 2 ടീമിന്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. പിന്നെ കുറെ കുട്ടികളുടെ അരങ്ങേറ്റുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ആദ്യം കളിച്ചൊരു ടീമിന്റെ കൈകൊട്ടിക്കളിയായിരുന്നു ഇഷ്ടപ്പെട്ടത്. അവർ നല്ല എനർജറ്റിക് ആയിരുന്നു. മാത്രമല്ല ഇവരിലേക്കാളും കൂടുതൽ ആളുകൾ അതിലുണ്ടായിരുന്നു തോന്നുന്നു കളിക്കാനായിട്ട്. അപ്പൊ കുറച്ചും കൂടി വലിയൊരു വട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ആളുകളുടെ എണ്ണം കുറവാണ്. ഇവരൊട്ടും എനർജറ്റിക് ആയിരുന്നില്ല കളിക്കാനായിട്ട്. ഞാൻ ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ഈ നൃത്തം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓണംകളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓണംകളി കളിക്കുന്ന ആണുങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലെ. എന്താ പറയാ, എൻ്റെ വീട് ചാലക്കുടിയിലാണ്. അപ്പൊ അവിടേക്ക് ഈ ഓണംകളിയുടെ മത്സരങ്ങളെല്ലാം നടക്കാറുണ്ട്. അത് ഞാൻ വളരെ കുഞ്ഞിലെ തൊട്ട് ഈ ഓണംകളിയുടെ മത്സരങ്ങൾ കേട്ട് വളർന്നുകൊണ്ട് എനിക്ക് ഓണങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. യൂട്യൂബിലൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വെച്ചാൽ എനിക്കൊന്ന് കാണണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് ഈ പ്രോഗ്രാംസ് എല്ലാം ഫുള്ള് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. കുറച്ചു നേരം അരങ്ങേറ്റത്തിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ ഒരു എന്താ പറയാ, കേശവദാസപുരത്ത് തട്ടുകടയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആ ബെൽ ബട്ടണും കൂടി അങ്ങ് ഞെക്കിയേക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.